ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ബോയ് ഫ്രം കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ദം ബിരിയാണി ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ചിക്കൻ ദം ബിരിയാണി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, സാധാരണ നമ്മളെല്ലാവരും ഒക്കെ വീടുകളിലൊക്കെ ചെയ്യുക. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചതച്ചത് ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ബിരിയാണി മസാല. ഇവയെല്ലാം ഒന്ന് നമുക്ക് ആദ്യം മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ബിരിയാണി പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത് ഉപ്പ് ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില, പുതിനയില കുറച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം 2 സവാള നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്നതാണ്, ഉള്ളി, വലിയ ഉള്ളി, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കാം. ഒരു അരമുറി നാരങ്ങ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം നമ്മൾ ചേർത്ത മസാലയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നന്നായി ഇതിലേക്ക് ഒന്ന് മിക്സ് ആവണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേ ഇതിൻ്റെ മസാലയെല്ലാം നമുക്കിതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയിൽ നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു രീതിയിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സിങ്ങിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അപ്പോൾ മസാലയെല്ലാം മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിന് വേണ്ടി വയ്ക്കാം. ശേഷം റൈസ് റെഡിയാക്കണം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ, നെയ്യ് എന്നിവ ചൂടാക്കുക. ശേഷം മസാല ഐറ്റംസ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക മുതലായവ നമുക്ക് എണ്ണയിൽ ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് കണക്കൊന്നുമില്ല. കാര്യം നമ്മൾ ഈ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കൊന്നും ഇതിന് വേണ്ട. കാര്യം ചോറ് സെപ്പറേറ്റ് വേവിച്ചാണ് ചിക്കനിലോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു കണക്ക് ആവശ്യമില്ല. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ 1 കിലോ റൈസും 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ചിക്കൻ നമുക്കൊരു 80% വേവിച്ചെടുക്കാം. പൂർണ്ണമായിട്ടും വേവേണ്ട, എന്നാൽ തീരെ വേവ് കുറയ്ക്കാനും പാടില്ല. അപ്പോൾ ഒരു 80% നമുക്ക് ചോറ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അധികം വെന്ത് പോകാതെ സൂക്ഷിക്കുക. ഇപ്പോൾ റെസ്റ്റിന് വേണ്ടി വെച്ച ചിക്കൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ആഡ് ചെയ്യുക. നല്ലതായി മിക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മൾ 80% വേവിച്ച് വച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്യുന്നു. ശേഷം ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്യുക മേലെ. എൻ്റെ കയ്യിലിരിക്കുന്ന നെയ്യ് കുറച്ച് കട്ടിയായി, ഞാനതൊന്ന് ലൂസാക്കാൻ വിട്ടുപോയി. അപ്പോൾ ലൂസാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഓണിയൻ, പിന്നെ കാഷ്നട്ട്, മുന്തിരി, ഇതെല്ലാം നമുക്കിതിന് ആഡ് ചെയ്യാം. ശേഷം മല്ലിയില, പുതിനയില ഇവ നന്നായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക മേലെ. അപ്പോൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മൈദമാവ് വെച്ചിട്ടാണ് ഇത് മൂടിയുന്നത്, നല്ല ദം ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിലേക്ക് വയ്ക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 7 മിനിറ്റ് ലോ ഫ്ലെയിമിലും വയ്ക്കുക. ശേഷം തീ ഓഫ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം ദം ഓപ്പൺ ചെയ്യുക. ദം ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം മൈദമാവൊക്കെ അതുപോലെ ഞാനിപ്പോൾ ഒരു ബാച്ചിലേഴ്സ് റൂമിലാണ് ഉള്ളത്.
അവിടെ പാത്രങ്ങളുടെയൊക്കെ പരിമിതിയുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ബിരിയാണി നമുക്ക് ഇളക്കാം. അടിയിൽ നിന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് താഴെയുള്ള മസാല അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നുള്ള 7 മിനിറ്റ് ലോ ഫ്ലെയിമിലും വച്ചെടുത്തതാണ്. അതിനുശേഷം 1 മണിക്കൂർ ദമ്മിൽ വെച്ചിരുന്നു. അപ്പോൾ കണ്ടാലറിയാം ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം. ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ. ഇന്ത്യൻ ബോയ് ഫ്രം കേരള.